യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിരുന്ന് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്നൊരു ചക്ക കറി ഉണ്ടാക്കാറാണ്. ഉപ്പേരിയല്ല, ചക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്തല്ല വേണ്ടത് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പാത്രം, ഇത് ചക്ക മുറിച്ചിട്ടത്, ഇത് തേങ്ങ ചിരകി വെച്ചത്, ഇത് ഉഴുന്ന പരിപ്പ്, ഇത് കടുക്, പിന്നെ വെളിച്ചെണ്ണ, ഈ സാധനങ്ങളെല്ലാം ഇത് വേണ്ടത്. ഇതെല്ലാം ഇത് വേണ്ടത്. ഇതിപ്പോൾ ഈ ചക്ക കുരു അടിയിലിടും, ഇതിൻ്റെ അടിയിലിടും. ഈ കുരു മേലെ ഇട്ടതാണ്, അതിൻ്റെ അടിയിലിട്ടിട്ട് ഇതിൻ്റെ അത് വാരിയിടുക. ഇത് പരിപ്പ് കൂട്ടിയിട്ട് വെക്കാം, പക്ഷേ ഇന്ന് ഞാൻ പരിപ്പൊന്നും കൂട്ടുന്നില്ല, ഇന്ന് വെറുതെ വെക്കണം. പിന്നെ ഇത് ഇങ്ങനെ ഇതിട്ടിട്ട് ഇത് വാരിയിടുക. ഇത് വാരി നിറച്ചിട്ട് ഇങ്ങനെ നിറച്ച് ഇതിലിപ്പോൾ ഇടാൻ പോകുന്നത് ഉപ്പ്, കുറച്ച് ഉപ്പ് ഉപ്പിയെ കൈ കൊണ്ടായിരുന്നു, എനിക്ക് എന്നാലും ശരിയാവും. കൈ കൊണ്ടിടണം കേട്ടോ, സുമാറിടണം. അത് കൈ കൊണ്ടിട്ടിട്ട് ഇനിയിപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഇട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇടാൻ, സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിനിപ്പം ഉപ്പ് ഇട്ടില്ലേ, ഇനിയിപ്പോൾ ഈ കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പാകത്തിൻ്റെ വെള്ളം ഒഴിക്കുക. എന്താ വെച്ചാൽ കൂടുതൽ വേണ്ട, ഇത് വേവാൻ അത്രയും കൂടി 2 പ്രാവശ്യം ആവി വരണം, അത്രയും കൂടി. അധികം വെള്ളമായാൽ വിഷമാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ഇത് ശരിക്കും ഇടുക. ഈ കുക്കർ ഇതിൻ്റെ ആവി ഇടാൻ മാത്രം ഇടുക. ഈ കുക്കർ നല്ല വൃത്തിയിൽ അടച്ചിട്ട് വെക്കുക. ഇതിനിപ്പോൾ ഈ ആവിക്ക് നമ്മൾ അടുപ്പത്ത് വെക്കേ. അടുപ്പത്ത് വെച്ചില്ലേ, ഇതിനിപ്പോൾ ഞാൻ തേങ്ങ, ഇത് കറി തേങ്ങ എന്താ വെച്ചാൽ ഇത് കുറച്ച് തേങ്ങ അരവിനിടാനാണ്, കുറച്ച് തേങ്ങ വറുത്തിടാനും കൂടിയാണ്. ഇതിപ്പം ഇതിൻ്റെ പകുതി തേങ്ങ, ഇത് വറവിന്, ഇത് തേങ്ങ അരക്കണം. ഞാൻ അരച്ചിട്ട് വരട്ടെ, തേങ്ങ അരച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ ഇത് ലേശം തേങ്ങ ഇടട്ടെ. തേങ്ങയിൽ ജീരകവും തേങ്ങയും കൂടി അരക്കണം. ഇത്ര തേങ്ങ ഇത് അരവിന് വെച്ചു. ഈ തേങ്ങ വറുത്തിടാനാണ്, അതിന് ചക്കക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്, ചക്ക കറി വെക്കാനാണിത്. ഇപ്പോൾ ഇതിൽ കുറച്ച് ജീരകം കൂടി ഇടണം. ജീരകം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കൊടുക്കട്ടെ. അരച്ചിട്ട് കൊടുക്കട്ടെ. അത് അരച്ചിട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ ആവി കഴിഞ്ഞു. ഇതിപ്പം വെന്തുവേ. ഇതിപ്പോൾ കണ്ടോ, ഇത് ചക്ക വേവിച്ച് വെച്ചു. കണ്ടോ, ഇതിനിപ്പം നമ്മൾ ഇതിൽ അരവ് ചേർക്കാനാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൽ അരവ് ചേർക്കാം. ഇനിയാണ് പോകുന്നത്. കണ്ടോ, നല്ലോണം വെന്ത് നല്ല ചക്കയായി. കണ്ടോ, ഇനി ഇതിനകത്ത് എന്താ വെച്ചാൽ ഇത് തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ഇതിലൊഴിക്കുക. കണ്ടോ, ഇത് ഇതിലൊഴിച്ചിട്ട് മൂടി വെക്കട്ടെ. ഇതിപ്പോൾ ആയില്ലേ, ഇത് നല്ലപോലെ ഇളക്കി പാകാക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് കൊടുക്കാം. അടുപ്പത്തിട്ട് തിളപ്പിക്കണം. ഇത് നീളത്തിലല്ല വീട്, അതിൽ കുടുങ്ങനെ നടുവേ കൂടി ഇങ്ങനെ മുറിച്ചിട്ടിടുക കേട്ടാ. മറ്റേ നീളത്തോടെ വീട് ഇതിങ്ങനെ കുടുങ്ങനെ മുറിച്ചിട്ടേ വിടുക. അതാണ് ഇത് ചെറിയായിട്ട് വരിക. എത്രയാണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അത്രയും നല്ലതാണ്. കുടുങ്ങനെ മുറിച്ചിട്ടിടണം. ഇത് അടുപ്പത്ത് വെക്കട്ടെ. അടുപ്പത്ത് വെച്ചിട്ട് ഇത് തിളപ്പിക്കണം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കണം. കുറച്ചും കൂടി വെള്ളമാക്കണം. ഇതിപ്പോൾ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് അതിൽ വെള്ളം പോരാ. കുറച്ച് വെള്ളമാക്കിയിട്ടാണ്.
ഉപ്പേരി പോലെയല്ല, ഇത് നല്ല ഇത് വെള്ളാട്ടിയിട്ട് കറി ചോറിന് കൂട്ടേണ്ട കറിയാണ്. നല്ല കണ്ടീഷനായിട്ട് ഇങ്ങനെ വരും. ഉപ്പ് കുറവാണ്, കുറച്ചും കൂടി ഉപ്പിടാം. ബാക്കിയെല്ലാം കണ്ടീഷനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇനിയിപ്പോൾ ഇത് ആയി വരുമ്പോഴേക്ക് നമുക്ക് ഇപ്പുറത്ത് വറവ് ആക്കാം. വറവ് ഇത് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് തേങ്ങ. പിന്നെ കരിവേപ്പില തേങ്ങ ഒരു കരിവേപ്പില ഇടണം വറക്കാൻ. എന്താ ഇത് കരിവേപ്പില അടുപ്പത്തുള്ളൂ. ഇനിയിപ്പോൾ തന്നെ നല്ല മണം വന്നു തുടങ്ങി, നല്ല അടിപൊളി മണം വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പ് കേട്ടോ. ഈ ഉഴുന്ന് പരിപ്പ് ഇതിടണം. എന്താ അതിടുക. അത് ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഒരു മുളക് ഒരു ഇപ്പം ഇതിൽ ഒരു മുളക് മുറിച്ചിട്ട് ഒരു മുളക് മുറിച്ചിട്ട് ഇത് ചുവന്ന മുളക് ഇത് മുറിച്ചിട്ട് ഇത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കടുക് ഇടും. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കണം. വെളിച്ചെണ്ണ നല്ലോണം വേണമെങ്കിൽ ആ തേങ്ങ തേച്ച് മുങ്ങി വറുത്ത് വരണ്ടേ, അതിന് വേണ്ടി വെളിച്ചെണ്ണ വരണം. ചക്കയായി. ഇനി വറവുള്ളത് കൊണ്ട് വേണ്ട ചക്കക്കറിയായി. ഇനിയിപ്പോൾ നല്ല രുചിയാണ്. ഇത് വറുത്ത് വിട്ട് ഇത് തേങ്ങയുടെ മണങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ലോണം കുറച്ചും കൂടി വെക്കണം വെളിച്ചെണ്ണ നല്ലോണം വേണം. നല്ലോണം വേണം, രുചി വേണം, തേങ്ങയും വേണം. ഇതിനാ പറയാം. മറ്റേത് വെക്കുമ്പോൾ തേങ്ങ ഒന്നും വേണ്ട, വെളിച്ചെണ്ണ മാത്രമേ കൊണ്ടു. ഇതിപ്പോൾ അരച്ച് വെള്ള കറിയായി. ഇനി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയായി. ഇനിയിപ്പം നമ്മളിത് വാങ്ങിയിട്ട് വെക്കണം. ഇനിയിപ്പം വറവ് എടുത്തിട്ട് വെക്കണം. ഇതാണ് വറവ്. ഇതാണ് വറുത്തിനെടുത്ത് വെച്ചത്. ഉണ്ടല്ലേ. ഇപ്പം വേഗം ഇനിയിപ്പോൾ ആ തേങ്ങ ചോറ് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മണം വരും. നല്ല മണം ഉണ്ടാവും. വാട്ട് കയറുമ്പോൾ നല്ല വിവാഹം തേച്ച് മണമായിരിക്കും. അത്ര നല്ല രുചിയായിരിക്കും. അത്ര നല്ല ടേസ്റ്റ് വന്നു. ഇത് കൂട്ടിയാൽ കുടിയില്ല, ഈ തിന്നാലും കുടിയില്ല. അത്ര നല്ല സാധനമായിരിക്കും. ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതാ ചക്കക്ക് വെളിച്ചെണ്ണ നല്ലപോലെ വേണം. ചക്കക്ക് വേറെ നല്ല വേണം. ചക്കക്ക് വേറൊരു സാധനം വേണ്ട, വെറും വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ചെറിയുള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റായി. വേറെ ഒരു സാധനം വേണ്ട. പിന്നെ വറവിടുന്നു ഞാൻ ഇതിന് ചുവന്നുള്ളി വറുത്തിട. ഇതിനല്ല നമ്മൾ സാധാരണ വെക്കുന്ന ചക്കക്ക് ചുവന്നുള്ളി വറുത്തിടും, വെളുത്തുള്ളി വറുത്തിടുന്നവരുണ്ട്, പിന്നെ അങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നവരുണ്ട്. ഇതിപ്പം ഞങ്ങളിപ്പോൾ അങ്ങനെ ചുവന്നുള്ളി മാത്രമേ ചുവന്നുള്ളി ഇത് പരിപ്പും കടുവും കരിവേപ്പിലും വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് ചക്ക ഉപ്പേരി വെക്കുന്നതിന്. ഇപ്പം ഉപ്പേരി മാത്രമല്ല, ഇതേപോലെ കറി പോലെ വെക്കുന്നതിന് തേങ്ങ ചരി വറുത്തിട്ട് അതിനകത്ത് കടുവും കരിവേപ്പിലും മുളകും എല്ലാം ഇട്ട് വറുത്ത് പിന്നെ ചോറ് വരുമ്പോൾ അതിലേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല ഊട്ടിയ ഉള്ളില്ല, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. അതിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇതിനകത്ത് കരിവേപ്പില ഇട്ടു. ഇതിനകത്ത് കരിവേപ്പില ഇടണം. മറ്റൊരു കരിവേപ്പിലൊന്നും ഒന്നുമില്ല. മറ്റൊരു കരിവേപ്പില വറുത്തിടാം നമുക്ക് ഉപ്പേരി വെക്കുന്നതിന്. ഇങ്ങനെ വേണ്ട. നമ്മുടെ വെപ്പ് ഇങ്ങനെയാണ്. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് വെപ്പ്. ഞങ്ങൾ ഈ ഭാഗത്തെല്ലാവരും ഇങ്ങനെ തന്നെ വെക്കുക. ഓരോ ഭാഗത്ത് ഓരോ തരത്തിൽ വെപ്പാണ്, ഓരോ സ്ഥലത്ത്. ഓരോരാൾ വെളുത്തുള്ളി വരും, നമുക്കൊന്നും വെളുത്തുള്ളി പറ്റില്ല. അങ്ങനെ ഇത് മാത്രം. പിന്നെ വെളുത്തുള്ളി മാത്രം വറുത്തിടുന്നവരുണ്ട്. ചക്ക മാത്രം തേങ്ങ ഇടാതെ. തേങ്ങ ഈ ചക്ക ഉപ്പേരി വെക്കുന്നതിന് തേങ്ങ വേണ്ട. ഇങ്ങനെ കറി വെക്കുന്നതിന് തേങ്ങ കൊണ്ടു. തോന്നി വരുന്നത് എന്താ തോന്നി വന്നവരും എന്താ വറുത്തിടാനായി.
കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറുത്തിടാം. ഇത് കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഇത് വറുത്തിടാം. എന്താ എന്താ ചക്ക വേണ്ട, ഇതിന് നേരെ വറവ് വേണ്ട. ഇതാ വറവ് ഇട്ടത് വേണ്ട, വറവ് വേണ്ട. ഇതാ വറവ് കണ്ടില്ലേ? ഇതാ ഇതാ നല്ല വറവാണ്, നല്ല കണ്ടീഷനായിട്ട് വറുത്തിട്ടു. ഇനിയിപ്പം ഇത് ഞാനിതിൽ വിളമ്പിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ മണം നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ഇതിൻ്റെ മണമുണ്ട്. ഈ ഭാഗത്തെല്ലാം പോകും ഈ മണം. നമ്മൾ ഈ വീട്ടിൽ മാത്രം നല്ല ഇതിൻ്റെ മണം വരിക. ഇത് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് രുചിയെന്ന്, നിങ്ങൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങളിന്ന് നോക്കി നോക്ക്. ഇതിനകത്ത് ചക്കക്കുരു ഇടണം. ചക്കക്കുരു ചെറുങ്ങനെ മുറിച്ചിട്ട് ചക്കക്കുരു നല്ലോണം ഇടണം. ചക്കക്കുരു അത് ഇട്ടാൽ മാത്രമേ, ചക്കക്കുരു ഇട്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ എന്താ ചക്ക വേണ്ട, നല്ല അടിപൊളി ചക്കയാണ്. എന്താ ഇത് വേണ്ട, ചക്ക വേണ്ട, നിങ്ങൾ ചക്ക കണ്ടില്ലേ? ഇതാ നല്ല അടിപൊളി ചക്കയാണ്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്, നല്ല ഗുണമുണ്ട്. അത് കൂട്ടിയാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, അത് മാത്രം നമ്മൾ കോരി കോരി കുടിച്ചാൽ വിശപ്പ് ഉണ്ടാവില്ല. അത്ര നല്ല സാധനമാണ് ഇത്. അതുകൊണ്ട് ഇത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇത് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ. നിങ്ങൾ വെക്കുന്നതും ഇതുമായിട്ട് ഏതാ മാറ്റം രുചിയുള്ളതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ചക്കക്കറി വെക്കുന്നത് ഇതുപോലെ നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ അതുപോലെ വെച്ച് ഇതും നോക്കി നോക്കുക. ഏതാ രുചി കൂടുതലെന്ന് നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. എങ്ങനെയായാലും ഇതിന് രുചി കുറവ് എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.